ദൈവനാമത്തിന് മാത്രം ഉണ്ടാകട്ടെ. എൻ്റെ പേര് ദേവസതി. ഞാൻ കാസർഗോഡ് ജില്ലയിലെ ചിറ്റാരിക്കൽ ഏജി സഭ അംഗമാണ്. ജേർണി ടു ദ സാംസ് എൻ്റെ 92-ാം ദിവസം നാം ചിന്തിക്കുന്ന സങ്കീർത്തനം 56-ന്റെ 8 മുതൽ 13 വരെ ഉള്ള വാക്യങ്ങളാണ്. ഞാൻ പ്രധാനമായി പങ്കുവെക്കുന്നത് 11-ാം വാക്യത്തിൽ നിന്നാണ്. 11-ാം വാക്യത്തിൽ പ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു, ഞാൻ ഭയപ്പെടുകയില്ല. മനുഷ്യൻ എന്നോട് എന്തു ചെയ്യുവാൻ കഴിയും? ഇന്നത്തെ ലോകം കലുഷിതമായ അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. എവിടെയും ദൃശ്യമാകുന്ന കാഴ്ചയെന്ന് പറയുന്നത് പലവിധ ഭയങ്ങൾക്കും അടിമകളാകുന്ന മനുഷ്യരെയാണ്. കഴിഞ്ഞുപോയ 2-3 വർഷങ്ങൾക്ക് മുൻപാണ് കോവിഡ് എന്ന മഹാവ്യാധി ലോകമെമ്പാടുമുള്ള മാനവാശിയെ ഭീതിപ്പെടുത്തിക്കൊണ്ട് മുന്നേറിയത്. ഒരു ചെറിയ വൈറസിന് മുൻപിൽ പകച്ചു നിൽക്കേണ്ടി വന്ന അവസ്ഥകൾ. ഇങ്ങനെ സംഭവങ്ങളുടെ മുൻപിൽ മനുഷ്യർ ഭയപ്പെട്ട സന്ദർഭങ്ങൾ. ഭാവിയെ കുറിച്ച് ഭയപ്പെടുന്നവർ, ശാരീരിക രോഗത്തെ കുറിച്ച് ഭയപ്പെടുന്നവർ, സമ്പത്തിനെ കുറിച്ച് ഭയപ്പെടുന്നവർ, വിദ്യാഭ്യാസത്തെ മേഖലകളെ കുറിച്ച് ഭയപ്പെടുന്നവർ. ഭയത്തിന്റെ ലിസ്റ്റുകൾ. എന്നാൽ എന്നെ കേൾക്കുന്നവരെ, നാം ഭയപ്പെടേണ്ടത് ദൈവത്തെ മാത്രം. ദൈവത്തെ ഭയപ്പെടുന്നവർക്ക് സാഹചര്യങ്ങളെ ഭയപ്പെടേണ്ടതില്ല. ബൈബിളിൽ ദൈവം വിളിച്ച എല്ലാ ഭക്തന്മാരോടും ഉള്ള ദൈവത്തിന്റെ സന്ദേശം എന്ന് പറയുന്നത് ഭയപ്പെടേണ്ട എന്നുള്ളതാണ്. ആയതിനാൽ നമ്മുടെ മുമ്പിലുള്ള ഓരോ ദിനങ്ങളിലും നമ്മുടെ മുമ്പിൽ വരുന്ന ഏത് അനുഭവങ്ങളിലും നാം ഭയപ്പെടേണ്ടത് ദൈവത്തെ മാത്രം. അതുകൊണ്ട് സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ നമുക്ക് പറയാം: ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു, ഞാൻ ഭയപ്പെടുകയില്ല.